മാസം 2 ലക്ഷം രൂപ മുതൽ അങ്ങോട്ട് വളരെ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന, നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്, ബിസിനസ്സാണ് ജിംനേഷ്യം സെന്റർ അല്ലെങ്കിൽ ഫിറ്റ്നസ് സെന്റർ എന്നുള്ളത്. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കാണേണ്ടതുമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ ആരോഗ്യം എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ശരീരം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് ചെറിയ സ്റ്റുഡൻസ്, കുട്ടികൾ മുതൽ വലിയ പ്രായമായിട്ടുള്ള ആളുകൾ വരെ ഇന്ന് ഫിറ്റ്നസ് സെൻ്ററുകളിലും യോഗ സെൻ്ററുകളിലും ജിംനേഷ്യം സെൻ്ററുകളിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രധാനമായിട്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഫിറ്റ്നസ്, നമ്മുടെ ബോഡി ആരോഗ്യം എന്നുള്ളത്. അത് നമ്മളെ ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും നമ്മളെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കുക എന്നുള്ളത്. ആരോഗ്യത്തിന് വേണ്ടിയിട്ട് നമ്മളിന്ന് പല രീതിയിലും നമ്മുടെ വീടുകളിലും അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററുകളിലും അല്ലെങ്കിൽ യോഗ സെൻ്ററുകളിലും സുംബ ഡാൻസ് പോലത്തുള്ള അങ്ങനത്തെയുള്ള സെൻ്ററുകളിലൊക്കെ ഇന്ന് പല ലേഡീസും പ്രായമായവരൊക്കെ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബിസിനസ് നമ്മൾക്ക് തുടങ്ങാൻ, ഒരു ചെറിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ നമുക്കൊരു ജിംനേഷ്യം സെൻറ്റർ തുടങ്ങാൻ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ തുടങ്ങാൻ എങ്ങനെ നമുക്ക് തുടങ്ങാം, എന്തൊക്കെയാണ് നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലോട്ടോ. ദിസ് ഈസ് ഇക്ബാൽ ഹുസു. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് ഒരുപാട് ജിംനേഷ്യം സെൻ്ററുകളും ഒരുപാട് ഫിറ്റ്നസ്സുകളിലും സുംബ ഡാൻസ്, യോഗ ക്ലാസ്, ഇങ്ങനെയുള്ള ഒരുപാട് അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഒരുപാട് സെൻ്ററുകൾ, ഫിറ്റ്നസ് സെൻ്ററുകൾ പോലത്തെ ഒരുപാട് സെൻ്ററുകൾ ഇന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചെറിയ രീതിയിൽ മുതൽ നല്ല ഹൈടെക് രീതിയിൽ വരെ ഇന്ന് അത് നമ്മുടെയൊക്കെ പരിസരങ്ങളിലും ടൗൺ പ്രദേശങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ വരെ ഇന്നത് ഇങ്ങനത്തെ ജിംനേഷ്യം സെൻ്ററുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾക്കൊരു ധാരണ വന്നിട്ടുണ്ട്. കാരണം ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്, ശരിയാണ്, ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ആ ആരോഗ്യത്തിനെ നമുക്ക് നല്ല രീതിയിൽ നിലനിർത്തണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ടുള്ള വ്യായാമങ്ങൾ ആവശ്യമാണ്. അതേപോലെ തന്നെ എക്സസൈസ് പോലെ ബോഡീനെ ശ്രദ്ധിക്കുന്ന രീതിയിൽ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളൊക്കെ ഇന്ന് നിർബന്ധമായിക്കൊണ്ടിരിക്കുന്നു. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും നമ്മളെ നിത്യോപയോഗത്തിൽ നമ്മൾ ദിവസം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം മുതൽ പല കാര്യങ്ങളിലും നമ്മൾ വളരെ കെയർലെസ് ആണ്. കാരണം പക്ഷെ അത് തിരിച്ചറിയുന്ന ആളുകൾ നല്ല രീതിയിൽ ഭക്ഷണ ക്രമങ്ങളൊക്കെ മാറ്റിയെടുത്തുകൊണ്ടും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ദിവസവും വ്യായാമങ്ങളും അല്ലെങ്കിൽ ഫിറ്റ്നസ് ബോഡി വെയിറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ കുട്ടികൾ മുതൽ ഇന്ന് എന്താ പറയല്, സ്റ്റുഡൻസ് മുതൽ ഇന്ന് പ്രായമായവർ വരെയും ഇന്ന് ജിംനേഷ്യനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവരെ കാണാൻ കഴിയും. കാരണം സ്ത്രീകൾ പ്രത്യേകിച്ച് നല്ല രീതിയിൽ സ്ത്രീകളും വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആരോഗ്യം പ്രധാനമാണ്, നല്ല ആരോഗ്യം നിലനിർത്തണം, അതിന് വേണ്ടിയിട്ട് അവളുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ജിംനേഷ്യം സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ആ ജിംനേഷ്യം സ്റ്റാർട്ട് ചെയ്യുക, എന്തൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരുന്നത്, അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കാനാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു ജിംനേഷ്യം സെൻറ്റർ തുടങ്ങുമ്പോൾ നമുക്ക് നാട്ടിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും വളരെ ബേസ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ജിമ്മുകളും നമുക്ക് കാണാൻ കഴിയും. ഇടത്തരം രീതിയിലുള്ള തുടങ്ങിയിട്ടുള്ള ജിമ്മുകളും കാണാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾക്ക് മെട്രോ ടൗണുകളിലൊക്കെ സിറ്റികളിലൊക്കെ നമുക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് വളരെ വലിയ രീതിയിലുള്ള ഹൈടെക് ജിമ്മുകളും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം, കേട്ടിട്ടുണ്ടാവും നമ്മൾ ഗോഡ്സ് ജിം, അതുപോലെ തന്നെ അതിനേക്കാളും ഗോഡ്സൊക്കെ നമ്മൾ നാട്ടിൽ കാണുന്ന ഒരു ഹൈടെക് വേർഷനാണ്. പക്ഷെ അതിനേക്കാളും എത്രയോ ഹൈടെക് വേർഷൻ ജിമ്മുകൾ ഇന്ന് നമ്മളെ കേരളത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾക്കൊരു ജിം തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു ബഡ്ജറ്റിൽ നമ്മൾ ജിം സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്,
നമ്മൾ ജിമ്മ് തുടങ്ങുമ്പോൾ എപ്പോഴും നല്ല ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. ആ ഏരിയ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു നല്ല ക്രൗഡായിട്ടുള്ള ഒരു ഏരിയ, കാരണം കൂടുതൽ ആളുകൾക്ക് വരാൻ കഴിയുന്ന ഒരു സെൻട്രൽ പോയിന്റ് ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്രൗഡ് ഫുൾ ആയിട്ടുള്ള ഏരിയ, അത് റെസിഡൻഷ്യൽ ഏരിയ ആവാം, കുറേ വീടുകളുള്ള ഒരു പ്രദേശം, അല്ലെങ്കിൽ കുറേ ഫ്ലാറ്റുകളുള്ള ഒരു പ്രദേശം, കുറേ വില്ലകളുള്ള പ്രദേശം, അല്ലെങ്കിൽ കുറേ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ, കുറേ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന ഏരിയ, ഇങ്ങനെയുള്ള ടൗൺ ബേസ് ചെയ്തിട്ട് കുറേ നല്ല ക്രൗഡ് ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്ക് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും പെട്ടെന്ന് വരാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടുള്ള ഒരു സംഭവം. ഒരു ജിമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ സ്ഥലം കണ്ടെത്തുക എന്നുള്ളത്. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് ആഡ് ചെയ്യേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത് പാർക്കിംഗ് ആണ്. കാരണം വരുന്ന എല്ലാവരും ഒരു പക്ഷേ ബൈക്കിൽ വരുന്നവരുണ്ടാവാം, കാറിൽ വരുന്നവരുണ്ടാവാം. അപ്പോൾ നടന്നു വരുന്നവരൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ വളരെ അടുത്തുള്ളവരോ അല്ലെങ്കിൽ അതും കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് ഉൾക്കൊള്ളുന്നവരായിരിക്കും ഒരു പക്ഷേ നടന്നു വരുന്നവരുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും വണ്ടിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ബൈക്കിൽ വരുന്നവരും കാറിൽ വരുന്നവരും ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ അവർ വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പാർക്കിംഗ് ഏരിയ ഈ എടുക്കുന്ന സ്ഥലത്തിൻ്റെ കൂടെ നിർബന്ധമായിട്ടും നമ്മൾ കാണണം. കാരണം പാർക്കിംഗ് ഇല്ലാത്ത ഒരു ജിംനേഷ്യം സെൻ്ററിനെ കുറിച്ചിട്ട് ആളുകൾക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം അവർ വന്നു കഴിഞ്ഞാൽ അവർ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതായി കഴിഞ്ഞാൽ ഒരു പക്ഷെ അവർക്ക് വരാനുള്ള ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ജോയിൻ ചെയ്യാൻ തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പാർക്കിംഗ് ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾക്ക് പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1000 മുതൽ ഒരു 2000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 1500 സ്ക്വയർ ഫീറ്റ്, ഏറ്റവും ചുരുങ്ങിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ ലെവലിലൊക്കെ തുടങ്ങണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 to 1500 എന്ന് വെച്ചാൽ ഒരു 1200 1300 അങ്ങനത്തെ ഒരു സ്ക്വയർ ഫീറ്റ് ഏരിയ നമ്മൾ കണ്ടെത്തുക നിർബന്ധമായിട്ടും. കാരണം അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്കൊരു ജിം വർക്കൗട്ട് തീർക്കാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾക്ക് ഇതിൽ പ്രധാനമായിട്ട് നമ്മൾക്ക് വേണ്ടി വരുന്ന കുറച്ച് സെറ്റപ്പുകളുണ്ട്. ഒരു ജിംനേഷ്യം സെൻ്റർ തുടങ്ങുമ്പോൾ നമുക്ക് മർമ്മപ്രധാനമായിട്ട് നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് സെറ്റപ്പും കാര്യങ്ങളുണ്ട്. അത് കുറച്ച് നല്ല രീതിയിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം നല്ല പ്രീമിയം സെറ്റപ്പിലും എല്ലാത്തിൻ്റെയും പ്രീമിയം വേർഷനും ഉണ്ട്, അതേപോലെ തന്നെ സാധാ വേർഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ചെറിയ രീതിയിലാണ് നമ്മൾ ആ ബഡ്ജറ്റ് ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചെറിയ രീതിയിൽ നമ്മൾ തുടങ്ങിയാൽ മതി. അത് നമ്മൾ വലിയ ഹൈടെക് ലെവലാക്കണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 10 ലക്ഷം രൂപ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സൂപ്പറായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. വേണ്ട, നമുക്കൊരു 5 to 7 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഒരു 1000 സ്ക്വയർ ഫീറ്റിലൊക്കെ നമുക്ക് ജിമ്മ് സെറ്റ് ചെയ്യാൻ കഴിയും, ചെറിയ രീതിയിലുള്ള എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഒരു 10,000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, പക്ഷെ നമുക്കൊരു ആവറേജ് നമ്പർ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1500 to 2000 സ്ക്വയർ ഫീറ്റ് കറക്റ്റാണ്. അതെല്ലാം ചെറിയ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 1000 1200 സ്ക്വയർ ഫീറ്റിൽ നമ്മൾക്ക് വളരെ ഭംഗിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരേണ്ട സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. എന്താണ് അതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും കൊണ്ടുവരേണ്ട സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഇതിൻ്റെ ഫുൾ വാൾ നമ്മൾ ഗ്ലാസ് ആയിരിക്കണം, മിറർ ആയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജിമ്മിൻ്റെ മുഴുവൻ വാൾ ഫുൾ കംപ്ലീറ്റ്ലി എന്തായിരിക്കണം, മിററിൽ സെറ്റ് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഒരു ജിമ്മിന് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു മിറർ നോക്കിയിട്ടാണ് വർക്കൗട്ട് ചെയ്യുക. അതേപോലെ തന്നെ ഓരോ വർക്കൗട്ടിന് ശേഷം നമ്മൾ നമ്മുടെ ബോഡിയുടെ ചേഞ്ചസും മാറ്റങ്ങളും നമ്മളിങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മൾക്കുള്ളൊരു കോൺഫിഡൻസും കാര്യങ്ങളും മോട്ടീവ് ആവാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം, ജിമ്മിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് മിററാണ്. അപ്പോൾ അതുകൊണ്ട് മിറർ പല ക്വാളിറ്റിയിലും മിററുകളുണ്ട്. നമുക്ക് കാണുമ്പോൾ നമ്മൾ സ്ലിമ്മായി കാണുന്ന മിററുകളുണ്ട്, കാണുമ്പോൾ നമ്മൾ കുറച്ചുകൂടി തടിച്ച രീതിയിൽ കാണുന്ന മിററുകളുണ്ട്, പല രീതിയിലുള്ള ക്വാളിറ്റിയിൽ മിററുകളുണ്ട്. അപ്പോൾ നമ്മൾ ജിമ്മിന് അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫിറ്റ്നസ് സെൻ്ററുകളിൽ അനുയോജ്യമായിട്ടുള്ള മിററുകൾ വെക്കാൻ ശ്രദ്ധിക്കുക മുഴുവൻ വാളിലും. ഓക്കെ, രണ്ടാമത്തെ പ്രധാനമായിട്ട് നമ്മൾ ജിമ്മിൽ ആഡ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ടോയ്ലറ്റ് എന്നുള്ളത്. നമുക്കറിയാം, നമുക്കവിടെ വന്നു കഴിഞ്ഞാൽ ആളുകൾക്ക് വാഷ്റൂം പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ടോയ്ലറ്റ് മസ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതേപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ് മ്യൂസിക് സിസ്റ്റം എന്നുള്ളത്. അത് നമുക്കറിയാം, നമ്മൾ ഏതൊരു ജിമ്മിൽ പോകുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ കഴിയും,
നമ്മൾ ഏത് ജിമ്മിൽ പോയി കഴിഞ്ഞാലും അവിടെ ഒരു മ്യൂസിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഒരു മ്യൂസിക് എന്നുള്ളത് ഒരു മോട്ടിവേഷണൽ സംഭവമാണ്. അത് പലരും പല രീതിയിൽ മ്യൂസിക് പ്ലേ ചെയ്യാറുണ്ട്, പല ഓൺലി മ്യൂസിക് ആയിട്ട് പ്ലേ ചെയ്യാറുണ്ട്, സോങ്സ് പ്ലേ ചെയ്യുന്നവരുണ്ട്, പല രീതിയിൽ. അത് ആക്ച്വലി അത് ഒരു വർക്കൗട്ട് മോട്ടീവ് അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു ബോറടി മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു മോട്ടിവേഷണൽ മ്യൂസിക് കൊണ്ടുവരിക എന്നുള്ളതാണ് അവിടെ ആക്ച്വലി ഉദ്ദേശിക്കുന്നത്, ഒരു മ്യൂസിക് സിസ്റ്റം കൊണ്ട് എന്നുള്ളത്. അപ്പോൾ ഒരു മ്യൂസിക് സിസ്റ്റം നമ്മൾ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് അതിൻ്റെ ലൈറ്റിങ് ഒക്കെ നല്ല രീതിയിലുള്ള ലൈറ്റിങ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നല്ല രീതിയിൽ ഇൻറ്റീരിയൽ ചെയ്യേണ്ടി വരും. പക്ഷെ നല്ല രീതിയിൽ ഇൻറ്റീരിയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇൻറ്റീരിയലിൻ്റെ ഭാഗത്ത് നിന്ന് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല ഹൈടെക് ലെവലിൽ സൂപ്പർ ലെവലിൽ ഇൻറ്റീരിയൽ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെ നേരെ റൂഫിൽ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പ് ലെവലുള്ളത് അതിനെ നല്ല രീതിയിൽ പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു ചീപ്പ് ബെസ്റ്റ് ലെവലിൽ അതിനെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിനെ ബെസ്റ്റ് ലെവലിൽ അതിനെ കൺവേർട്ട് ചെയ്യണവരുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ജിപ്സം ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻറ്റീരിയൽ ചെയ്യുന്നവരുണ്ട്. അതേപോലെ തന്നെയാണ് നമുക്ക് ഒരു AC ജിമ്മിൽ വെക്കുന്നത്. AC വെക്കുക എന്നുള്ളത് AC വെച്ചിട്ട് ചിലർ AC ഉപയോഗിക്കാതെ കിടക്കുന്നവരുണ്ട്. പക്ഷേ എയർ സർക്കുലേഷൻ നിർബന്ധമാണ് ജിമ്മിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. ഓക്കെ, പിന്നെ നമ്മൾക്ക് വേണ്ടി വരുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിലേക്കുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. ആ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമുക്കിത് കാണാം. ഇപ്പോൾ നമുക്കറിയാം എന്തൊക്കെ എക്യുപ്മെൻറ്റ്സാണ് അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ടി വരിക എന്നുള്ളത്. ആ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുവരിക എന്നുള്ളത് പിന്നെ പ്രധാനമായിട്ടുള്ള ജിമ്മിൻ്റെ സംഭവം എന്നുള്ളത്. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾക്ക് അതിലേക്ക് കൊണ്ടുവരേണ്ട എക്സസൈസ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ചെസ്റ്റ് പ്രസ് വേണം, ലാറ്റ് പുട്ട് ഡൗൺ വേണം, ലെഗ് പ്രസ് വേണം, ക്യാബിൾ ക്രോസ് ഓവർ വേണം, സ്ക്വാട്ട് ട്രാക്ക് വേണം, അതേപോലെ തന്നെ ബെഞ്ച് പ്രസ്സും കാര്യങ്ങളൊക്കെ വേണം. അതേപോലെ തന്നെ നമുക്ക് പിന്നെ കൊണ്ടുവരേണ്ട സംഭവങ്ങളാണ് ഒരു 1-2 ട്രേഡ് മിൽസ് വേണം, അതേപോലെ തന്നെ ക്രോസ് ട്രെയിനർ, എക്സസൈസ് ക്യാബിൾ. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട സംഭവമാണ് ഡംബിൾസ്, ബാർബിൾസ്, വെയ്റ്റ് പ്ലേറ്റ്സ്, അതുപോലെ ജിം മാറ്റ്സ്, ആ സാധനങ്ങളൊക്കെ. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ പറയാത്ത സംഭവമാണ് ഡ്രസ്സിങ് റൂം എന്നുള്ളത്. അത് നമ്മൾ നിർബന്ധമായിട്ടും അതിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെറിയ ബഡ്ജറ്റിൽ ഒരു 5 ലക്ഷം രൂപ മുതൽ ഒരു 5 ലക്ഷം റുപ്പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. 10 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിലും ഭംഗിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. പക്ഷെ 5 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഭംഗിയായിട്ട് ജിമ്മ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് അതിനുള്ള അനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സ് വാങ്ങിയാൽ മതി. പക്ഷേ ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന രീതി എന്ന് പറയുന്നത് ജോയിൻറ്റ് ഫീ, അതുപോലെ പേഴ്സണൽ ട്രെയിനിങ്, പാക്കേജുകൾ, അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ്, ഇതുപോലത്തെ സംഭവങ്ങളിൽ കൂടെയാണ് ജിമ്മിലിട്ട് അല്ലെങ്കിൽ ഒരു ജിമ്മിൻ്റെ വരുമാന ഏരിയ എന്ന് പറയുന്നത്. അത് നമുക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുന്നത് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു ആളുകളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ തരൽ മാത്രമാണ്. കാരണം ഈ ഒരു ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കും, അത് നല്ല ഒരു ബിസിനസ്സാണ് എന്നുള്ള ഒരു ഐഡിയ തരൽ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളത് ചെയ്യുന്ന ആളുകളുമായിട്ട് കണ്ട് സംസാരിച്ച് അതിൻ്റെ ഫിറ്റ്നസ് സെൻ്ററുകളിലൊക്കെ പോയി അതിനൊന്ന് നല്ല രീതിയിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് നല്ല രീതിയിലൊന്ന് പഠിക്കാൻ ശ്രമിച്ചതിന് ശേഷമായിരിക്കണം നിങ്ങൾ എപ്പോഴും ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതൊരു 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, സിംഗിൾ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ നല്ല ധൈര്യമായിട്ട് ഈ ബിസിനസ് നമുക്ക് ചെയ്യാം. ഇത് കേടായി പോവുക അല്ലെങ്കിൽ നാശമായി പോവുക അങ്ങനത്തെ സംഭവമൊന്നുമില്ല. വെൽ മെയിൻ്റനൻസ് ആയിട്ട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളിലൊക്കെ നമ്മൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് തുടങ്ങാനായിട്ട് നമുക്ക് മുദ്രാ ലോണും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇപ്പോൾ ലോൺ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം 10 ലക്ഷം രൂപ വരെ നമുക്ക് മുദ്രാ ലോൺ കിട്ടും. ഇപ്പോൾ 20 ലക്ഷം രൂപ എന്നുള്ള രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് മുദ്രാ ലോണിൻ്റെതൊക്കെ. അത് ബാങ്കുകളിലേക്ക് അത് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ നമുക്ക് മുദ്രാ ലോൺ വഴിയൊക്കെ നമുക്ക് ജിംനേഷ്യം സെൻ്ററുകളിലേക്ക് നമുക്ക് ഫണ്ട് സെറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഒരു പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ബോഡി ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ്സിനോടൊക്കെ നിങ്ങൾക്ക് കമ്പമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങിയിട്ട് നല്ല
നല്ല ട്രെയിനേഴ്സിനെ വെക്കുന്നുള്ളത് മർമ്മപ്രധാനമായിട്ടൊരു കാര്യമായിട്ടാണ്. അത് നമ്മൾ ആദ്യത്തിൽ പറയേണ്ടതായിരുന്നു. നല്ല ട്രെയിനേഴ്സിനെ ജിമ്മിൽ ആഡ് ചെയ്യുക, 1-2 ആൾ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ചെറിയ ജിമ്മൊക്കെ ഇടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരാളെ ആഡ് ചെയ്താലും മതിയാവും. അപ്പോൾ നല്ല ട്രെയിനർമാരെ കൊണ്ടുവരിക എന്നുള്ളത് ഒരു പ്രധാന വിഷയമാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ജിമ്മ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജിമ്മ് ചെയ്യാനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി നോക്ക്. നല്ലൊരു സൂപ്പർ സംഭവമാണ്. മാസം 2 ലക്ഷം രൂപ കുറഞ്ഞൊരു കളിക്കല്ല. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ പ്ലാനാണ് ഫിറ്റ്നസ് സെൻ്റർ എന്നുള്ളത്. സോ നിങ്ങൾക്ക് നോക്കാം, ശ്രമിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം. സോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.